കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലൂടെ അപകടകരമാം വിധം ബസ് ഓടിച്ച KSRTC ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. കോഴിക്കോട് സ്വദേശിയായ റാഫിക്കിന്റെ ലൈസൻസ് 3 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. എൻഫോഴ്സ്മെന്റ് RTOയുടേതാണ് ഈ നടപടി. ഇംതിയാസ് കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ആ ദൃശ്യങ്ങൾ ആദ്യം നമ്മൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സ്ഥലമാണ് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു കയ്യിൽ മൊബൈൽ ഫോണുമായി എത്രയോ നേരം അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ എന്ത് നടപടിയാണ് വരുന്നത്? ആര്യ, തീർച്ചയായിട്ടും വളരെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതിൻ്റെ ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഭാഗം ഇദ്ദേഹത്തിനെതിരെ, ഈ ഡ്രൈവർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ്. കോഴിക്കോട് സ്വദേശി റാഫിക്കിന്റെ ലൈസൻസ് 3 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇദ്ദേഹത്തോട് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ പങ്കെടുക്കാനും നിർദ്ദേശമുണ്ട്. അതിനുശേഷമായിരിക്കും ഇനി ആ റോഡ് സുരക്ഷാ ക്ലാസും 3 മാസത്തെ നിരീക്ഷണത്തിന് ശേഷമായിരിക്കും ഇദ്ദേഹത്തിന്റെ ലൈസൻസ് ഇനി വീണ്ടും പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഭാഗം തീരുമാനിക്കുകയുള്ളൂ. ഇതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോഴിക്കോട് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് കൂടുതൽ ഹെയർപിൻ വളവുകളെല്ലാം ഉള്ള ഒരു ചുരമാണ്. കൽപ്പറ്റയിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച കൽപ്പറ്റയിൽ നിന്നെടുത്ത KSRTC ബസ്സിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇദ്ദേഹം ഫോൺ വിളിച്ച് വണ്ടി ഓടിക്കുന്നൊരു സാഹചര്യമായിരുന്നു. ഇത് കണ്ട് ബസ്സിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരനാണ് ഇദ്ദേഹത്തിന്റെ ദൃശ്യം പകർത്തുന്നത്. ആ ദൃശ്യം അപ്പോൾ തന്നെ അദ്ദേഹം മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയും പരാതി നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് ഈ ദൃശ്യങ്ങളെല്ലാം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് മാതൃകാപരമായ നടപടിയാണ്. ആര്യ, ശരി.